രാജകന്യ സിനിമ ഓഗസ്റ്റ് 1-നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ദീർഘനാളൊരു പ്രോസസ്സായിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണവും അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തീർത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പ്രാരംഭമായിട്ട് ഇവിടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുകയും കുറേ ആർട്ടിസ്റ്റുകളോട് വരാനൊക്കെയുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടി ഇതിൻ്റെ കുറച്ച് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സിനിമ ഒരു ഫാൻറ്റസി ത്രില്ലറാണ്. ഈ സിനിമ ഒരു ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രൗൺ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ചുറ്റുവട്ടം, ഒരു ക്യാരക്ടർ വരുന്നത്. ഇതിലൊരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു കഥയ്ക്ക് ചേരുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ഈ ഒരു സിനിമ ഒരുപാട് നല്ല മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെയാണ് അഭിമാനവും സന്തോഷവും എല്ലാം. എല്ലാവിധ ആശംസകളും ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിൻ്റെ വൈഫിനും ഇതിലുള്ളവരെല്ലാവർക്കും നേരുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സ് തുറന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു പേഴ്സണൽ അപ്പോളജി പറയുകയാണ്. സാധാരണ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് കുറച്ച് നേരം വഴി ആർട്ടിസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, അച്ഛൻ വെയിറ്റ് ചെയ്തെന്ന് ഞാൻ അറിയാം. റിയലി സോറി. ഇനിയിപ്പം സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എൻ്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ എങ്ങനെ സംസാരിക്കും. കാരണം അത് ഇച്ചിരി ഒരു സസ്പെൻസ് എലിമെൻ്റ് കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് മോറോവർ ഞാനിതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മീഡിയയിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചു, എയറിലായതുകൊണ്ടാണോ, എപ്പോഴുള്ള എയറിലായതുകൊണ്ടാണോ എന്നെ ഏഞ്ചലാക്കി ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞാനിതിലൊരു മാലാഖയാണ്. സോ ആ ഒരു റോളിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിപ്പോയി അത്. പക്ഷേ അത് നിങ്ങൾ ഡയറക്ടറിൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ്ലി ചോദിക്കണം. ബട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിൻ്റെ കേസിലാണെങ്കിലും മേക്കപ്പിൻ്റെ കേസിലാണെങ്കിലും ഒത്തിരി ടൈം എടുത്ത് നമ്മളൊരു സ്റ്റുഡിയോ സ്പേസൊക്കെ റെൻ്റ് എടുത്ത് ഒരുപാട് എന്താ പറയുക VFXലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ ചെയ്തൊരു പോർഷനാണ്. എന്തുകൊണ്ടാണ് ഇക്കാലത്ത് ഇങ്ങനൊരു ചിത്രത്തിന്റെ പ്രാധാന്യം? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ബേസ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളിൽ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് സിനിമകൾ വരുന്നു, കോമഡി ചിത്രങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജോണറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ആളുകൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇങ്ങനത്തെ ടൈപ്പ് ജോണറിലുള്ള പടങ്ങൾ കാണുന്നത് ആളുകൾ കുറവാണ്. നമ്മൾ TV-യിൽ നിന്നും കണ്ടിട്ടുണ്ട്, അത് പണ്ട് കാലത്ത് TV-യിൽ നിന്നും കാണുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫാസ്റ്റ് ജോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ചിത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? ഒരുപക്ഷെ ഇപ്പം സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇത് ഇങ്ങനെയൊരു ഫെയ്ത്ത് പടമല്ല. ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു 6-7 സ്ക്രിപ്റ്റുകളുണ്ടായിരുന്നു. ഒരു 6-7 വർഷമായിട്ട് ഞാൻ വേറെ നല്ല കൊമേഴ്ഷ്യൽ സിനിമകളുടെ നല്ല രീതിയിൽ ഈ സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു, ഇതിൻ്റെ ത്രെഡൊക്കെ. പിന്നെ ഇതൊരു ഫാൻറ്റസി ത്രില്ലറാണ് ഈ പടം. ഇത് 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു ഗ്രാമം, അത് അതിൻ്റെ ഒരു ക്രൗൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മിത്തും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു തീം. പിന്നെ അതിങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു റിലീജിയൻ ഒരു ബേസ് ഉണ്ടാവുമല്ലോ. അതിലെ പ്രധാന ക്യാരക്ടേഴ്സ് ഒന്നെങ്കിൽ ഒരു ക്രിസ്ത്യനാവോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഇതായിരിക്കും, ഏതെങ്കിലും ഒരു അപ്പോൾ നമ്മുടെ ഈ കഥയുടെ ഒരു ബേസ് എടുക്കുന്നത് ഒരു ഗ്രാമവും ഒരു മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇതിൻ്റെ ഒരു ത്രെഡ്. അപ്പോൾ അതിനൊരു ക്രിസ്ത്യൻ ഒരു മൂഡിലാണല്ലോ അതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഈ കഥയിൽ ഞാൻ ഒരിക്കലും അതൊരു ക്രിസ്ത്യൻ ഒരു ഭക്തിപ്പടമായിട്ടല്ല ഈ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സിനിമ എല്ലാ റിലീജിയൻസ് ആൾക്കാരും വരുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇവിടെ എല്ലാ റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഒപ്പം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാൻറ്റസി മോഡ്, ത്രില്ലറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇതിങ്ങനെ ഒരു ഫുൾ ഒരു ഭക്തിപ്പടമല്ല. ഒന്നാമത്തെ കാര്യം ഫാന്റസി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന് കുറെ ബഡ്ജറ്റ് ഒക്കെ വരില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നേരത്തെ ഞാൻ പരസ്യരംഗത്ത് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു, എഡിറ്ററായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ എഡിറ്ററാണ് നമ്മളിങ്ങനെ കുറച്ച് ഇന്നത്തെ ആവശ്യമുള്ള ഷോർട്സ് അല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ, കറക്റ്റ് ഷോർട്സ് കിട്ടുക. അപ്പോൾ ഈ അങ്ങനെയുള്ള ഇത് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതിൻ്റെ ഒരു കൊറോണേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ VFX കാര്യങ്ങളൊക്കെ
എത്ര ബെസ്റ്റായിട്ട് ചെയ്താലും നമ്മുടെ ഒരു കണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് പെട്ടെന്ന് അതൊരു യുക്തിക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് അത്ര ഇൻട്രസ്റ്റഡ് അല്ലേ, എത്ര നന്നായിട്ട് ചെയ്താൽ. പിന്നെ ഞാൻ എൻ്റെ VFX പോർഷൻസ് ഒക്കെ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. നമ്മൾ എത്ര നന്നാക്കി ചെയ്താലും നമ്മുടെ ഒരു നോർമൽ ഇതിൽ നിന്ന് വിട്ടാണ് ഒരു VFX ഒരു അപ്പാരിഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് കഴിയുന്നത്ര നമ്മൾ അതിൻ്റെ ഷോർട്സിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറച്ച് കഥ ഡിമാൻഡ് ചെയ്യുന്ന കറക്റ്റ് കാര്യങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളത്.